ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരത്ത് അപകട പരമ്പര തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെ കാറും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികൻ മരിച്ചു. നിസ്സംഗത പാലിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ. തൃക്കരിപ്പൂർ IT സ്ലിപ്പ് വേ നിർമ്മാണം പ്രവൃത്തി പൂർത്തിയാകും മുൻപേ പണം കൈപ്പറ്റാനുള്ള കരാറുകാരന്റെ നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. അധ്യാപികയെ അകാരണമായി പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. മുതിർന്നവരെ പോലെ തന്നെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ നേരിടുന്നതെന്ന് CV ബാലകൃഷ്ണൻ. കല്യാശ്ശേരി മണ്ഡലത്തിൽ അജൈവ മാലിന്യം നീക്കം ചെയ്യാൻ സമഗ്ര പദ്ധതി ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. പരിയാരത്ത് അപകട പരമ്പര തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെ കാറും ചരക്കുലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികൻ മരിച്ചു. വിളയാങ്കോട് സ്വദേശി മേനച്ചേരി ആന്റണിയാണ് മരിച്ചത്. രാവിലെ 7:15 അപകടം. പിലാത്ര ഭാഗത്തു നിന്ന് വരികയായിരുന്ന ലോറി കാറിലിടിക്കുകയായിരുന്നു. മകനെ കോളേജിൽ അയക്കാൻ വേണ്ടി പരിയാരം സ്റ്റോപ്പിൽ ഇറക്കിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് കാർ ലോറിയുമായി ഇടിച്ചത്. ആന്റണിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ആളുകൾക്ക് അപ്രതീക്ഷിത മരണശയ്യൊരുക്കി ദേശീയപാത. പരിയാരത്തു മാത്രം ഒരു മാസത്തിനിടെ നടന്ന 15 അപകടങ്ങളിൽ മരണപ്പെട്ടത് 2 പേർ. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും നിസ്സംഗത പാലിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ. ദേശീയപാതയിൽ പരിയാരത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടക്കുന്നത് 15ാമത്തെ അപകടമാണ്. വലുതും ചെറുതുമായ അപകടങ്ങളിൽ ഇതുവരെ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പരിക്കേറ്റവർ 25-ലധികം. വിളയാങ്കോട് തുടങ്ങി തളിപ്പറമ്പ് കുപ്പം വരെയുള്ള മേഖലയിലാണ് കഴിഞ്ഞ മാസം 15 അപകടങ്ങളും നടന്നത്. ഏറ്റവും ഒടുവിൽ ചൊവ്വാഴ്ച രാവിലെ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ദേശീയപാത ദുരന്തപാതയായി മാറുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും. മതിയായ സുരക്ഷ അധികൃതർ ഒരുക്കാത്തതാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. സുരക്ഷ ഒരുക്കേണ്ട കാര്യത്തിൽ ആർക്കാണ് ഉത്തരവാദിത്തമെന്ന തർക്കവും വകുപ്പുകൾക്കിടയിൽ നിലനിൽക്കുന്നു. ഒരേ മേഖലയിൽ അപകടങ്ങൾ പതിവാകുമ്പോൾ ദേശീയപാത അതോറിറ്റി പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറെയുണ്ട്. അപകട സാധ്യത മേഖലയായി പ്രഖ്യാപിച്ച് ഒരു ബോർഡ് വെക്കാനുള്ള സുമനസ് പോലും അതോറിറ്റി ഇതുവരെ കാണിച്ചിട്ടില്ല. റോഡരികിൽ സൈൻ ബോർഡുകളോ തെരുവ് വിളക്കുകളോ ഇല്ല. നടന്ന അപകടങ്ങളിൽ ഏറെയും രാത്രിയോ പുലർച്ചെയോ ആണ് സംഭവിച്ചിട്ടുള്ളത്. താരതമ്യേന വീതി കുറഞ്ഞ റോഡിൽ കൃത്യമായി വളവുകളോ ഇറക്കമോ മനസ്സിലാക്കാൻ സാധിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണമാകുന്നു. 10,000-കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ മേഖല വഴി കടന്നു പോകുന്നത്. മതിയായ സുരക്ഷ ഒരുക്കേണ്ട അധികൃതർ നിരുത്തരവാദപരമായ പെരുമാറ്റം തുടർന്നാൽ ദേശീയപാത കുരുതിക്കളമായി മാറാൻ അധികം കാലമൊന്നും വേണ്ട. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പയ്ക്കൊപ്പം വിനുസുധ, നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ IT സ്ലിപ്പ് വേ നിർമ്മാണം പൂർത്തിയായില്ല. പ്രവൃത്തിക്കായി വകയിരുത്തിയ മുഴുവൻ തുകയും കൈപ്പറ്റാനുള്ള കരാറുകാരന്റെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. തകരാറിലാവുന്ന കടത്തുബോട്ടുകൾ കരക്കുകയറ്റി അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും വെള്ളത്തിലിറക്കാനുള്ള സ്ലിപ്പ് വേയുടെ നിർമ്മാണ ഘട്ടമാണ് ഈ കാണുന്നത്. സ്ലിപ്പ് വേയുടെ പണി പൂർത്തിയായെന്ന് കാണിച്ച് കരാറുകാരൻ കരാറ് തുകയായ 1,61,00,000 രൂപയും എബുവായി അനുവദിച്ച മൊത്തം തുകയുടെ 20% കൈപ്പറ്റിയെന്നും കൈപ്പറ്റാനുള്ള നീക്കം നടക്കുന്നതുമായാണ് വിവരം. 2013 മാർച്ച് 13 പണി പൂർത്തിയാക്കാമെന്ന കരാറിൽ
അഴീക്കോട് സിൽക്ക് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തതെങ്കിലും അവർ മറ്റൊരു കമ്പനിയെ പ്രവൃത്തി ഏൽപ്പിക്കുകയായിരുന്നുവെന്നും അറിയുന്നു. നിർത്തിയും തുടർന്നും മെല്ലെ പോക്കിലായ പ്രവൃത്തി ഇതുവരെയും പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, പ്രവൃത്തിയുടെ മുഴുവൻ തുകയും കൈപ്പറ്റാൻ അധികൃതർ ഒത്താശ ചെയ്തതായും ആരോപണമുയർന്നിട്ടുണ്ട്. കൊച്ചി കോട്ടപ്പുറം ബോട്ട് സർവീസ് പൂർണ്ണമായും നശിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് അധികൃതരുടെ നീക്കം മുൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 ബോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് 3 മാസമായി ഒറ്റ ബോട്ടാണ്, ഈ 62 എന്ന നമ്പറിലുള്ള ബോട്ട് മാത്രമാണ് ഇവിടെ പോകുന്നത്. എന്നാൽ കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന നിസ്സാര കോറൽ ബോട്ട് പോലും ഉള്ള 5ഓളം ബോട്ടുകൾ ഇപ്പോൾ കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുന്നു. കൊച്ചി കോട്ടപ്പുറം ജലഗതാഗത സർവീസ് പൂർണ്ണമായി നശിപ്പിക്കാനുള്ള നീക്കമാണിതിന് പിന്നിലെന്നാണ് ആരോപണം. ഈ റൂട്ടിലെ 6 ബോട്ടുകളിൽ 5 എണ്ണവും കട്ടപ്പുറത്താണ്. ഒരു ബോട്ട് മാത്രമാണ് ഗതാഗതം നടത്തുന്നത്. പണിതീരാത്ത സ്ലിപ്പ്വേയുടെ പേരിൽ പ്രവർത്തിക്കാൻ അനുവദിച്ച മുഴുവൻ തുകയും കൈപ്പറ്റി ബാക്കി ബോട്ടുകൾക്കുള്ള അറ്റകുറ്റപ്പണി വഴിയൊരുക്കാതെ ഇട്ടേച്ചു പോകാനുള്ള ബന്ധപ്പെട്ടവരുടെ നീക്കത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുമെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അധ്യാപികയെ അകാരണമായി പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. പ്രൈമറി വിഭാഗം അധ്യാപിക കെ ബിന്ദുവിനെയാണ് പുറത്താക്കിയത്. സമരം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളും സൂചനാ സമരങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ ടൗണിൽ നിന്നും പ്രകടനമായി സമരക്കാർ സ്കൂൾ പരിസരത്തെത്തി. PV കുഞ്ഞപ്പൻ, K രാഘവൻ, UV രാമചന്ദ്രൻ, KK കൃഷ്ണൻ, P ശ്യാമള, KU രാധാകൃഷ്ണൻ, KP സേതുമാധവൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് മേരീസ് എന്ന് പറയുന്നത് നിരവധി അധ്യാപകർ ഇവിടെ ജോലി ചെയ്യുന്നു. 16 വർഷം ജോലി ചെയ്യുന്നവരൊക്കെ 10,000-12,000 രൂപ ശമ്പളത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. വളരെ അവശതയാർന്ന ഒരു ജീവിത സാഹചര്യത്തിലും ഉള്ള ഒരു തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെയേറെ ക്ഷമാപൂർവമായിട്ടുള്ള നിലപാടോടുകൂടിയാണ്. മുതിർന്നവരെ പോലെ തന്നെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നേരിടുന്നതെന്ന് CV ബാലകൃഷ്ണൻ. കരിവള്ളൂർ K ഗോവിന്ദൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്യാഷ് പ്രൈസ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മാർച്ചിൽ നടത്തിയ വർഷാന്ത പരീക്ഷയിൽ ഓരോ സ്കൂളുകളിൽ നിന്നും 4-7 ക്ലാസുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കും, SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച കുട്ടികൾക്കും, +2 പരീക്ഷയിൽ ഓരോ വിഷയത്തിലും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുമാണ് ക്യാഷ് പ്രൈസ് നൽകി അനുമോദിച്ചത്. ഒപ്പം LSS, USS വിജയികളെയും അംഗൻവാടി ഹെൽപ്പർമാർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് K കലാവതിയെയും ചടങ്ങിൽ അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ AV കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ CV ബാലകൃഷ്ണൻ ക്യാഷ് പ്രൈസ് വിതരണം നിർവഹിച്ചു. പുതിയ കാലത്തെ കുട്ടികൾ മുതിർന്നവരെ പോലെ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണെന്ന് സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് CV ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ജീവിതവും മുതിർന്നവരുടേതുപോലെ തന്നെ വളരെ സങ്കീർണമാണ്. പണ്ട് എടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു കവിതയിൽ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വരിയുണ്ട്. എൻ കുഞ്ഞ് ജീവിതം ഈ യുഗത്തിൽ സങ്കീർണമല്ലോ കുറച്ചുകൂടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ മുമ്പാണ് എഴുതിയത്. പക്ഷെ ആ കാലത്ത് തന്നെ എടശ്ശേരി ഗോവിന്ദൻ നായർക്ക് ജീവിതം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയാമായിരുന്നു. പക്ഷെ അന്ന് കുറെ കൂടി സരളമാണ് കാര്യങ്ങൾ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P രാമദാസൻ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കല്യാശ്ശേരി മണ്ഡലത്തിൽ അജൈവ മാലിന്യം നീക്കം ചെയ്യാൻ സമഗ്ര പദ്ധതി ഒരുങ്ങുന്നു. ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ജനപ്രതിനിധികളുടെ ശില്പശാല മണ്ടൂരിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് പഞ്ചായത്ത് തല കളക്ഷൻ സെന്റർ വഴി റീസൈക്ലിംഗ് ചെയ്യാനാണ് പദ്ധതി. പ്ലാസ്റ്റിക്കുകൾ, പേപ്പറുകൾ, റബ്ബർ, തുണിത്തരങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ബാറ്ററികൾ, ബൾബുകൾ, ബേയ വേസ്റ്റുകൾ, കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവ ശേഖരിക്കുന്നവയിൽ പെടും. വാർഡ് അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെയും കടകളെയും വീടുകളെയും ഗ്രൂപ്പുകളായി തിരിച്ച് ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി യുണീക്ക് ID നമ്പർ നൽകും. വാർഡ് തല ഗ്രൂപ്പുകൾ നേതൃത്വം നൽകും. മണ്ടൂരിൽ നടന്ന ജനപ്രതിനിധികൾക്കുള്ള ശില്പശാല TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു.
ഇനി അടുത്തത് ജനപങ്കാളിത്തത്തോടുകൂടി കേരളത്തെ മാലിന്യവിമുക്തമാക്കാനുള്ള ഒരു വലിയ സമഗ്രമായ ഒരു ജനകീയ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിനും നിർദ്ദേശത്തിനും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ അജൈവ മാലിന്യ സംസ്കരണത്തിനു വേണ്ടി ഇത്തരമൊരു സമഗ്രമായ പദ്ധതി ആലോചിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. ഒലീന, ടി സുജാത, ഡോക്ടർ ലാലു കീഴേപ്പാട് എന്നിവർ ക്ലാസ് എടുത്തു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലത, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പ്രഭാവതി, എം കുഞ്ഞിരാമൻ, പി ഓമന, എസ് കെ ആബിദ, കെ വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെ രാഘവ പൊതുവാൾ സ്മാരക പത്രപ്രവർത്തക പുരസ്കാരത്തിന് മംഗളം ദിനപത്രം കോഴിക്കോട് സീനിയർ റിപ്പോർട്ടർ എം ജയതിലകൻ അർഹനായി. സെപ്റ്റംബർ 7-ന് അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ CV ബാലകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കേരളത്തിലെ മരിച്ചുകൊണ്ടിരിക്കുന്ന നദികളെക്കുറിച്ച് 2015 ഡിസംബർ 21 മുതൽ 25 വരെ മംഗളം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച നദികൾക്ക് ബലിയിടാൻ എന്ന പരമ്പരയാണ് രാഘവ പൊതുവാൾ സ്മാരക പുരസ്കാരത്തിന് അർഹമാക്കിയത്. സീക്ക് ഡയറക്ടറും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനുമായ TP പത്മനാഭൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ, മാതൃഭൂമി കണ്ണൂർ ചീഫ് സബ് എഡിറ്റർ ദിനകരൻ കുമ്പിലാത്ത് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. പുരസ്കാര വിതരണവും രാഘവ പൊതുവാൾ അനുസ്മരണവും അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷിക ദിനമായ സെപ്റ്റംബർ 7 ബുധനാഴ്ച വൈകുന്നേരം 4:30-ന് അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിൽ വെച്ച് നടക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ CV ബാലകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. സതീശൻ പാച്ചേനി, രാഘവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പുരസ്കാര സമിതി ചെയർമാൻ AKP നാരായണൻ അധ്യക്ഷനായിരിക്കും. TP പത്മനാഭൻ മാസ്റ്റർ, VV പ്രഭാകരൻ, ദിനകരൻ കുമ്പിലാത്ത്, പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് C ധനഞ്ജയൻ, ബാപ്പുജി മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് P കമ്മാര പൊതുവാൾ, സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് K രാമചന്ദ്രൻ, പുരസ്കാര സമിതി അംഗം ശിവൻ തെറ്റത്ത് എന്നിവർ ആദരഭാഷണം നടത്തും. AKP നാരായണൻ, TP പത്മനാഭൻ മാസ്റ്റർ, VV പ്രഭാകരൻ, U രാജേഷ്, ദാമോദരൻ മാസ്റ്റർ, K സന്തോഷ്, ശിവൻ തറ്റത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ദേശീയ സെമിനാറിന് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ തുടക്കമായി. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. 2 ദിനങ്ങളിലായാണ് സെമിനാർ. What I wanted to share with you, after these 25 years of economic reformation, as mentioned by Dr. Laida and also Professor Dr. John, which started by the former Prime Minister and the former Finance Minister Dr. Manmohan Singh. What reality is the reality in India? That's the way I begin. And then I go to the expressions which are there or the dreams which were there. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി.എ. ജോൺ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത്, ഡോക്ടർ ജോൺ ജോസഫ്, ഡോക്ടർ റോയ് പൈനാടത്ത്, രാജേന്ദ്രൻ KV തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രൊഫസർ ഡോക്ടർ നാരായണ, ഷീന, ഡോക്ടർ PA ലൈല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് 25 ഇയേഴ്സ് ഓഫ് റിഫോംസ് എന്ന വിഷയത്തിൽ ഡോക്ടർ VK വിജയകുമാറും, ITES BPO ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ കൺസേൺ എന്ന വിഷയത്തിൽ സന്തോഷ് സിയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2ാം ദിനമായ ബുധനാഴ്ച 25 ഇയേഴ്സ് ഓഫ് റിഫോംസ് പ്രോസ്പെക്ട്സ് ആൻഡ് റിട്രോസ്പെക്ട് എന്ന വിഷയത്തിൽ ഡോക്ടർ മേരി ജോർജും, ഇവാലുവേഷൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന വിഷയത്തിൽ C ജയചന്ദ്രനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാതമംഗലം കൈതപ്രത്ത് മാലിന്യം തള്ളിയവരെ നാട്ടുകാർ പിടികൂടി തിരിച്ചെടുപ്പിച്ചു. ചെറുതാഴത്തെ ബേക്കറിയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് പ്രദേശത്ത് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് അധികൃതരെത്തി ബേക്കറി ഉടമകൾക്ക് 25,000 രൂപ പിഴ ചുമത്തി. ചെറുതാഴത്തെ ഒരു ബേക്കറിയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് പ്രദേശത്ത് തള്ളിയിരിക്കുന്നതെന്നാണ് മാലിന്യത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തുകാർ തിരിച്ചറിഞ്ഞത്. പതിവായി ഇവർ തന്നെയാണ് മാലിന്യം തള്ളുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രശ്നം പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ബേക്കറി ഉടമകളെ കൊണ്ട് മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും 25,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കുറച്ച് നാളായി നമ്മുടെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലാണുള്ളത്. മാലിന്യങ്ങൾ നിരന്തരം തള്ളുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് കാണപ്പെടുന്നത്. ഒരുപാട് തവണയായി ഇത് തുടർന്നു വരികയാണ്. ഇന്നിപ്പോൾ ഞാൻ ഇതിൽ പോകുമ്പോൾ വേസ്റ്റ് നായി കടിച്ചു പറിക്കുന്നത് കണ്ട് വെറുതെ ഒരു കൊള്ളി എടുത്ത് ചെള്ളി നോക്കിയപ്പോൾ അതിൽ നിന്നും 2-3 അഡ്രസ്സിൻ്റെ ലിസ്റ്റ് കിട്ടിയപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഉടമസ്ഥനെ
ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വേണ്ടപ്പെട്ട അധികാരികളും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ കോളേജിന്റെ പിറകുവശത്ത് മാലിന്യങ്ങൾ തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വസ്തുസ്ഥാപനത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയത്. ചാക്കുകെട്ടുകളിൽ നിറച്ചാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഒപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയിട്ടുണ്ട്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പ്രദേശത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ തള്ളിയത് എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കരിവെള്ളൂർ പാലത്തര ബസ് സ്റ്റോപ്പിന് സമീപം ദേശീയപാതയോരത്ത് മീൻവെള്ളം കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുരിതം സൃഷ്ടിക്കുന്നു. ദേശീയപാതയോരത്ത് പാലത്തറ ബസ് സ്റ്റോപ്പിന് സമീപത്ത് മലിനജലം ഒഴുക്കിവിടുന്നത് ജനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. രാത്രികാലങ്ങളിലും മറ്റും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും മലിനജലം പുറന്തള്ളുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ദുരിതം വരുന്നത്. ഇതുവഴി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പരിസര മലിനീകരണത്തിന് തെല്ലൊന്നുമല്ല വഴിവെക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും മലിനജലം ഇവിടെ ഒഴുക്കിവിടുന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത്തരം പ്രവണതകൾക്കെതിരെ ജനരോക്ഷം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മാടായി ഉപജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ്ബ് അസോസിയേഷൻ അധ്യാപകർക്കായി പാവനിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. മാടായി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി എഇഒ ടി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി സബ് ജില്ലയിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ അധ്യാപകർക്കാണ് പാവനിർമ്മാണ പരിശീലനം നൽകിയത്. വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. പേപ്പർ, തുണി, സ്പോഞ്ച് തുടങ്ങിയ വസ്തുക്കളെ കൊണ്ടാണ് വ്യത്യസ്തങ്ങളായ പാവകളെ ഉണ്ടാക്കിയത്. കയ്യുറപ്പാവ, നൂൽപ്പാവ, കോൽപ്പാവ എന്നിവയാണ് പ്രധാനമായും നിർമ്മിച്ചത്. പരിശീലനം നേടിയ അധ്യാപകർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കും. പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പ്രമോദ് അടുത്തില പരിശീലനത്തിന് നേതൃത്വം നൽകി. പാവനിർമ്മാണ ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇത്തരം സർഗാത്മകമായ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ പ്രവൃത്തി പരിചയയുടെ ഭാഗമായി ഇപ്പോൾ പാഠ്യപദ്ധതി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ സജീവവും സർഗാത്മകമായ ഒരു ക്ലാസ് റൂം അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഈ അധ്യാപകർ ഇവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് കുട്ടികളിലേക്ക് എത്തുകയും ഇതിൻ്റെ തന്നെ മറ്റ് അക്കാദമിക തലത്തിലുള്ള പഠന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയ മേള വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ മേളയിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പാവനിർമ്മാണം എന്നുള്ള ഒരു ഇനം പ്രത്യേക മത്സരമായിട്ടുണ്ട്. കെ സതീദേവി, വിശ്വനാഥൻ, ശശിധരൻ, ഹരിനാരായണൻ, രാജശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മാതൃക അംഗൻവാടി കെട്ടിടോദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ആയിറ്റിയിൽ സർക്കാർ അനുവദിച്ച മാതൃക അംഗൻവാടി കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി ആയിറ്റി ജംഗ്ഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വിശിഷ്ടാതിഥികളായ MLA എം രാജഗോപാലൻ, മുൻ MLA കെ കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, VK ബാവ തുടങ്ങി ജനപ്രതിനിധികളും അംഗൻവാടി ടീച്ചർമാരും നാട്ടുകാരും അണിനിരുന്നു. ഘോഷയാത്ര അംഗൻവാടി പരിസരത്ത് അവസാനിച്ചു. തുടർന്ന് 10 സെന്റിൽ 2 നിലകളിലായി പണിത മാതൃക അംഗൻവാടി കെട്ടിടം തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടത്തിലെ സൗകര്യങ്ങൾ MLA നോക്കിക്കണ്ടു. വെണ്ണ ഉള്ളം കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഏതാകൃതിയും കൊടുക്കാം. അതുപോലെ അംഗനവാടികളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ മനോഭാവവും അവരുടെ അഭിരുചിയും സ്വഭാവമെല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അംഗൻവാടി മേഖലയിൽ ജോലി ചെയ്യുന്ന വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പങ്കാളിത്തം വളരെ നിർണായകമാണ്. വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ആദ്യഘട്ടത്തിൽ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് വർക്കിലോടിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ. എല്ലാ പണിയും അംഗൻവാടി വർക്കർമാരെ ഏൽപ്പിക്കുക. അപ്പൊ അംഗൻവാടിയിൽ പോയിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പലർക്കും പലപ്പോഴും സമയം കിട്ടുന്നില്ല. വലിയ വിമർശനം വരുന്നതിനെയാണ്. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഉള്ളംകൈയിൽ വെക്കുന്ന വെണ്ണ ഏതാകൃതിയിലും രൂപപ്പെടുത്താവുന്നതുപോലെ അംഗൻവാടിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ മനോഭാവവും രൂപപ്പെടുത്തുന്നതിൽ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പങ്കാളിത്തം നിർണായകമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AG സറീന അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, മുൻ MLA കെ കുഞ്ഞിരാമൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ, പഞ്ചായത്ത് അംഗങ്ങളായ സത്താർ വടക്കുംപാട്, TV കുഞ്ഞികൃഷ്ണൻ, തമ്പാൻ നായർ, മുൻ അംഗം ഷംസുദ്ദീൻ ആയിറ്റി, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ സ്വാഗതവും അംഗൻവാടി ടീച്ചർ പ്രസീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
പാരലൽ കോളേജ് വിദ്യാഭ്യാസ സമ്മേളനം സെപ്റ്റംബർ 1 പയ്യന്നൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് തുല്യനീതി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാരലൽ കോളേജ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാന്തര വിദ്യാഭ്യാസ സമ്മേളനം നടത്തുന്നത്. സെപ്റ്റംബർ 1 പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് പെരുമ്പ ഓഡിറ്റോറിയത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ അധ്യക്ഷനാവും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അസോസിയേഷൻ ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ശില്പശാല അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PT മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്, ജില്ലാ പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി U നാരായണൻ, KU യതീന്ദ്രൻ, ഡോക്ടർ C നാരായണൻ നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. റാങ്ക് ജേതാവിനുള്ള അനുമോദനവും NSS യൂണിറ്റ് ഉദ്ഘാടനവും തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു. അനുമോദനം M രാജഗോപാലൻ MLA-യും NSS യൂണിറ്റ് ഡോക്ടർ VPP മുസ്തഫയും ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് 2016 വർഷത്തെ കണ്ണൂർ സർവകലാശാല BSc സൈക്കോളജി പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ NC റഷീദയ്ക്ക് സ്വർണ്ണ മെഡൽ നൽകി അനുമോദിക്കുന്ന ചടങ്ങ് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ റഷീദയെ മാതൃകയാക്കണമെന്ന് MLA പറഞ്ഞു. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് ഇന്നത്തെ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ ദീർഘമായി തന്നെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. വർത്തമാനകാല യുവത്വം അരാജകത്വത്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും സാമൂഹ്യ വിരുദ്ധ പ്രവണതകളുടെയും എല്ലാം ക്രിമിനലിസത്തിൻ്റെയും എല്ലാം പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സങ്കീർണമായ സാമൂഹ്യ സാഹചര്യത്തിൽ ഉന്നതമായ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരുന്ന തലമുറയെ അല്ലെങ്കിൽ യുവതലമുറയെ നാടിനോട് പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. റാങ്ക് ജേതാവ് റഷീദയുടെ അഭാവത്തിൽ റഷീദയുടെ മകൾ ഫാത്തിമയ്ക്ക് MLA സ്വർണ്ണ മെഡൽ നൽകി. പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റാഫിനു വേണ്ടി MC ഖമറുദ്ദീനും കോളേജ് യൂണിയനു വേണ്ടി അനസും റാങ്ക് ജേതാവിനു വേണ്ടി ഉപഹാരം നൽകി. മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കു വേണ്ടിയും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വിശിഷ്ടാതിഥി M രാജഗോപാലനുള്ള ഉപഹാരം കോളേജ് പ്രിൻസിപ്പൽ PV വിജയൻ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നീന്തൽ പരിശീലനം സമാപിച്ചു. തുടർച്ചയായി 16ാം വർഷമാണ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം നടത്തിവരുന്നത്. ജൂലൈ 15 മുതലാണ് പരിശീലനം ആരംഭിച്ചത്. സാഫ് ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡൽ ജേതാവ് പത്മനാഭൻ മുത്തത്തി, MTP സൈഫുദ്ദീൻ, ലക്ഷ്മണൻ കണ്ടോത്ത് തുടങ്ങിയവർ വിവിധ വർഷങ്ങളിലെ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്നു. സ്കൂളിലെ JRC യൂണിറ്റ് നടപ്പിലാക്കുന്ന വ്യായാമത്തിലൂടെ പഠന മികവ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വർഷാവർഷം നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു വരുന്നത്. K വിനയകുമാർ, A കരുണാകരൻ, V ഉണ്ണിക്കണ്ണൻ, P സരോജന ടീച്ചർ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. ജനശ്രീ കരിവള്ളൂർ മണ്ഡലം കമ്മിറ്റി കരിവള്ളൂർ മഹാത്മാ മന്ദിരത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് K ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അസൂയുണ്ടാക്കുന്ന വിജയമാണ് ജനശ്രീയുടെ അംഗങ്ങളുടെ മക്കൾ കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജനശ്രീ കരിവള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. ജനശ്രീ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ AV ഗിരീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. TV മാധവി ടീച്ചർ അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി P ശശിധരൻ മാസ്റ്റർ, K കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. P രാജേഷ് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പപ്പൻ കുഞ്ഞിമംഗലത്തിന്റെ കവിതാ സമാഹാരം കന്നിപ്പൂവ് പ്രകാശനം ചെയ്തു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വത്സൻ വിളിക്കോട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. യുവകലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ പപ്പൻ കുഞ്ഞിമംഗലത്തിന്റെ കവിതാ സമാഹാരം കന്നിപ്പൂവിന്റെ പ്രകാശന കർമ്മം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു.
വത്സൻ പിലിക്കോട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. പുതിയ തലമുറയിലെ പുതിയ കാലത്ത് എഴുതി തെളിയണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാം വളരെ പരസ്യമായി വഞ്ചിച്ചുകൊണ്ട് ഒരുപാട് സമാന്തര പ്രസാധകന്മാർ ലാഭക്കൊതിയുമായി ഈ രംഗത്തുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് പ്രസാധന വ്യവസായം എന്നൊരു പ്രക്രിയ കേരളത്തിൽ വന്നു തുടങ്ങി. കൊറ്റത്ത് സദാനന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. വി ടി മോഹനൻ അധ്യക്ഷത വഹിച്ചു. കെ വി പത്മനാഭൻ സ്വാഗതം ആശംസിച്ചു. ജി ഡി നായർ, വൈ വി കണ്ണൻ മാസ്റ്റർ, കെ വി ബാബു, രഘുവരൻ പയ്യന്നൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പപ്പൻ കുഞ്ഞിമംഗലം മറുപടി പ്രസംഗം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ KBR കണ്ണന് കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മികച്ച ജൈവ കർഷകനുള്ള കേന്ദ്ര സർക്കാരിന്റെ ജിനോം സേവിയർ അവാർഡ് കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി രാധാമോഹൻ സിംഗിൽ നിന്നും ഏറ്റുവാങ്ങിയ കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KBR കണ്ണന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് അയ്യോത്ത്, ജനറൽ സെക്രട്ടറി M പ്രമോദ്, ട്രഷറർ ശിവാനന്ദൻ, KP അശോകൻ മാസ്റ്റർ, KV ബാലകൃഷ്ണൻ, PP മുരളീധരൻ, S സുബ്രഹ്മണ്യൻ, MV സുഭാഷ്, മധു തുടങ്ങിയവർ നേതൃത്വം നൽകി. വിഖ്യാത ബംഗാളി എഴുത്തുകാരി ആശാപൂർണ ദേവിയുടെ പ്രഥമ പ്രതിശ്രുതി എന്ന നോവലിന്റെ വായനയുമായി CP ശുഭ നെറ്റ്വർക്ക് ചാനലിന്റെ പ്രതിവാര സാഹിത്യ പരിപാടിയായ പുനർവായനകളിലാണ് നോവൽ വായന. ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്ത പുനർവായനകൾ വെള്ളിയാഴ്ച രാത്രി 10:30 ഞായറാഴ്ച രാവിലെ 7 മണിക്കും വീണ്ടും കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സർക്കാർ പരിപാടികളിൽ ഇനി പ്രാർത്ഥന പാടില്ലെന്ന് മന്ത്രി സുധാകരൻ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ വിവിധ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാകാം. അതിൽ ഹിന്ദു ഉണ്ടാവാം, മുസ്ലിം ഉണ്ടാവാം, ക്രിസ്ത്യാനി ഉണ്ടാവാം. അതുപോലെ തന്നെ സ്കൂളുകളിൽ ടീച്ചേഴ്സും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഈ 3 മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടാവാം. ഇപ്പോൾ ഹിന്ദു ആചാരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളതിലെല്ലാം ചില ആളുകൾ പറയുന്നുണ്ടെങ്കിലും നിലവിളക്ക് അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ മാത്രം കാണാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ മുസ്ലിമുകൾ അവർക്ക് വിളക്കില്ല, ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് മെഴുകുതിരിയാണ് അവരുടെ ദീപം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മതേതരത്തിൻ്റെ പ്രതീകം എന്നുള്ള നിലയിൽ ഒരു വ്യാഖ്യാനം വന്നുകൂടായികയില്ല. നിലവിളക്ക് കത്തിച്ച് ഏത് കാര്യത്തിലും സുഖപ്രതീക്ഷ കൂടി ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം വെളിച്ചം മനസ്സിനുണ്ടാവണം. വെളിച്ചം മനസ്സിനുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാവുള്ളൂ. അതിന് പ്രതീകമാണ് വെളിച്ചം നിലവിളക്ക് വെച്ച് കത്തിക്കുന്നത്. ഓരോ ജാതിക്കാരും അവരെ ചെയ്യും. പക്ഷെ വെളിച്ചം ഈ ലോകത്തിലേക്ക് ആവശ്യമുണ്ട്. എല്ലാ കാര്യത്തിലും വെളിച്ചമാണുള്ളത്, നിലവിളക്ക് മാത്രമല്ല. അതിൽ ഒരു പരിഹാരം, ഒരു ഇതാണ് ഈ നിലവിളക്ക്. വേറെ ഒന്നും അതിൽ പറയാനില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ആ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമായതുകൊണ്ട് അത് ഈ മതത്തിന് അനുകൂലമായിട്ട് രീതിയിൽ മതത്തിന് അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഒരു സ്ഥാപനങ്ങളിലും അത് അനുവദിക്കാൻ പാടില്ല. ഇപ്പം ഉത്സവങ്ങൾക്കും ദേശീയ ഉത്സവങ്ങളായി വരുന്ന ഓണമോ വിഷുവോ അല്ലെങ്കിൽ ക്രിസ്മസോ ബക്രീദോ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പൊതുവായി വരുന്ന ചില ആഘോഷങ്ങൾ, അതിലെല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് പോകുമ്പോഴത്തേനും അവിടെ ഒരു ഐക്യം ഉണ്ടാകുകയാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിൽ സംസ്കൃത ദിനാഘോഷത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 31 രാവിലെ 10 മണി മുതൽ ആദര സമ്മേളനം നടക്കും. തുടർന്ന് ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ സംസ്കൃത കലാപരിപാടികളും യക്ഷഗാനവും അരങ്ങേറും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ പൊലിവ് 2016ന്റെ ഭാഗമായി ഓഗസ്റ്റ് 31 ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഭക്ഷ്യമേള നടത്തുന്നു.
റിട്ടയർഡ് അധ്യാപകനും NCP നേതാവുമായിരുന്ന ESC പൊതുവാളുടെ 1ാം ചരമദിനാചരണവും എൻഡോമെന്റ് വിതരണവും സെപ്റ്റംബർ 5-ന് വൈകുന്നേരം 4 മണിക്ക് അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്ത് അപകട പരമ്പര തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെ കാറും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികൻ മരിച്ചു. നിസ്സംഗത പാലിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ. തൃക്കരിപ്പൂർ IT സ്ലിപ്വേ നിർമ്മാണം പ്രവൃത്തി പൂർത്തിയാകും മുൻപേ പണം കൈപ്പറ്റാനുള്ള കരാറുകാരന്റെ നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. അധ്യാപികയെ അകാരണമായി പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. മുതിർന്നവരെ പോലെ തന്നെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ നേരിടുന്നതെന്ന് CV ബാലകൃഷ്ണൻ. കല്യാശ്ശേരി മണ്ഡലത്തിൽ അജൈവ മാലിന്യം നീക്കം ചെയ്യാൻ സമഗ്ര പദ്ധതി ഒരുങ്ങുന്നു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.